ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്ന് കയറിയ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും വയറ് നിറച്ച് കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ രേവതി ഇപ്പം കടന്നു പോകുന്നത്. രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ പോലും കഴിയാതെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിഷമിച്ചങ്ങനെ ഇരിക്കുന്നു. സ്വന്തം അനുജത്തിയെ വിളിച്ച് സംസാരിക്കാൻ പറയുന്നു. സംസാരിച്ച് കഴിയുമ്പോഴെങ്കിലും തൻ്റെ വിശപ്പിൻ്റെ കാര്യം താൻ മറന്നു പോകുമല്ലോ എന്നിങ്ങനെ പറയുക. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനുജത്തിക്ക് സഹിക്കുമോ? അതാകെ ഞെട്ടിപ്പോയി. ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവിടെ ഒരു അവകാശമില്ലേ എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു വിഷമത്തിൽ അനുജത്തി ഇങ്ങനെ ചേച്ചിയോട് പറയുവാണ്, ചേച്ചി എന്നാലും ചേച്ചി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സച്ചിയേട്ടൻ ഇതുവരെ പോയിട്ട് വന്നില്ലേ, വിളിച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം ഇതുവരെ വന്നില്ല, വിളിച്ചില്ല ഇതൊക്കെ പറയാം. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, സച്ചിയേട്ടൻ വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നമൊക്കെ മാറും. ഇനി ഒരു പക്ഷേ സച്ചിയേട്ടൻ ഇല്ലാത്തതിൻ്റേതും അതുപോലെ ഈ വിവാഹം നടന്നതിൻ്റേതൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ ആയിരിക്കും തള്ളയ്ക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണേൽ 2 ദിവസം വരാൻ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോളെ അങ്ങനെയൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്ക് ഈ വീട്ടിലെടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അനുജത്തിക്ക് ഭയങ്കര വിഷമമായിട്ടോ. എന്നിട്ട് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അങ്ങനെ അനുജത്തിയും ചേട്ടത്തിയും കൂടെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ അങ്ങ് വെച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്ക് വയറ് വിശന്നിട്ട് കിടക്കാൻ കഴിയുന്നില്ല. പാവം എന്നിട്ട് എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കാം. രാവിലെ ആയി. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. നേരെ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിലേക്ക് ചെന്നിട്ട് എല്ലാവർക്കും വേണ്ടുന്ന ചായയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി പൂജാമുറിയിൽ കയറി വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് നേരെ അടുക്കളയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് രേവതി എല്ലാം റെഡിയാക്കുക. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ആ പൂതനെ ചന്ദ്ര എഴുന്നേറ്റ് വന്നു. ചന്ദ്രയ്ക്ക് ചായ കൊടുത്തു. ആ സമയത്ത് രേവതി ചായ കുടിക്കുന്നതൊക്കെ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കും, ഇന്നും കപ്പിലാണോ എന്ന്. പാവം വിശന്നിട്ട് അതിനൊരു രക്ഷയില്ല കേട്ടോ. അതിങ്ങനെ വിശന്ന് സഹിച്ചിങ്ങനെ അവിടെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രാവിലെ തന്നെ വീട്ടിലേക്ക് വരുന്ന സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ നമ്മുടെ രേവതി കണ്ടില്ല. രേവതി അടുക്കളയിലായിരുന്നു. അപ്പം മകനെ അച്ഛൻ പുറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സച്ചിയെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് സന്തോഷമായി. മോനാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നത്. സന്തോഷവാനായിട്ട് ഇറങ്ങി വരുന്ന സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും വളരെ സന്തോഷമായി. അങ്ങനെ അച്ഛാന്ന് വിളിച്ച് കയറി വന്നു. എന്താടാ പോയിട്ട് ഇപ്പോഴാണോ വരുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ എന്നിട്ട് മോനോട് ചോദിക്കാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നേ. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ചന്ദ്ര മോനെ കണ്ടു. ചന്ദ്രയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് മൈൻഡൊന്നുമില്ല മോനെ കണ്ടിട്ട്. മോളെ രേവതി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്താ അച്ഛാന്നും ചോദിച്ച് രേവതി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. രേവതി ഇറങ്ങി വന്നപ്പം സച്ചിയെ കണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായാലും രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ആ ഒരു ചിരിയൊക്കെ അങ്ങ് മാഞ്ഞു. രേവതിക്കാണെങ്കിൽ പ്രതീക്ഷയാണ്. കാരണം ഭർത്താവ് വന്നു, ഇനിയിപ്പം ഇത്രയും ദിവസം അനുഭവിച്ചത് എന്തായാലും ഇനി അങ്ങോട്ടൊക്കെ അനുഭവിക്കേണ്ടി വരില്ല എന്നൊക്കെയുള്ളൊരിതുണ്ട്. 100ൽ 100 കിട്ടിയില്ലെങ്കിലും ഒരു 20% മാറ്റങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളിലൂടെ കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മകൻ, അച്ഛാ ഇപ്രാവശ്യത്തെ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു എന്നും ഭഗവാനെ തൊഴാൻ പറ്റി, അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ നടന്നു, അവരെനിക്ക് ശമ്പളമായിട്ട് ഇത്ര പൈസ തന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പൈസ എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, മോനെ നീ ഇന്നൊരു ഭർത്താവാണ്. നിനക്ക് കിട്ടുന്ന ശമ്പളം നീ അച്ഛൻ്റെ കൈകളിലേക്കല്ല തരേണ്ടത്, മറിച്ച് നിൻ്റെ ഭാര്യയുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട, അത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ഇത് അച്ഛൻ്റെ കയ്യിലിരിക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞപ്പം അച്ഛന് പൈസ സൂക്ഷിക്കാൻ അറിയില്ലെന്നുള്ള കാര്യം മോന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം അങ്ങ് വല്ലാതായി. അച്ഛന് പൈസ സൂക്ഷിക്കാൻ അറിയാമായിരുന്നെങ്കിൽ അച്ഛൻ്റെ 50 ലക്ഷം രൂപ പോവില്ലായിരുന്നൂടാന്നൊക്കെ അച്ഛൻ മകനോട് പറഞ്ഞേ. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തായാലും മോൻ ഈ പൈസ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രേവതിയുടെ കയ്യിലേക്ക് മോളിത് കൈ നീട്ടി വാങ്ങിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞനുസരിച്ച് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ആ പൈസ കൈ നീട്ടി വാങ്ങിച്ചു. 2 കണ്ണിലും ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കണ്ടോടെ മോനെ, മഹാലക്ഷ്മിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അങ്ങോട്ട് നിനക്ക് വെച്ചടി കയറ്റമായിരിക്കും. നീ നോക്കിക്കോ, നിൻ്റെ ജീവിതം ഇവിടം കൊണ്ട് മറിയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ മകനോട് പറയുന്നു. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള സംസാരം, രേവതിക്ക് കൊടുക്കുന്ന സ്ഥാനം, ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. പൈസ കൊണ്ടൊന്ന് അമ്മയുടെ കയ്യിലേക്ക് വെച്ചങ്ങ് കൊടുത്തില്ലല്ലോ. അങ്ങനെ ഈ ഒരു രേവതിക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടുന്നത് കണ്ട് സഹിക്കാൻ മേലാതെ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക. വന്ന് കയറിയൊക്കെ തന്നെ പൈസ കൊടുത്തു എന്നുള്ളൊരിതിൽ അന്നേരത്തേക്കും തുള്ളിച്ചാടി അവിടെ നിന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ചന്ദ്ര അങ്ങ് പോയി. അപ്പോൾ രേവതിക്ക് സങ്കടമായി. രേവതി പറഞ്ഞു, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞിട്ട് മോളോട് ആ പൈസ കൊണ്ട് വെക്കാൻ പറഞ്ഞു. നമ്മുടെ രേവതി എന്ത് ചെയ്തു, ഈ പൈസയായിട്ട് നേരെ പോയത് പൂജാമുറിയിലേക്കാണ്. അങ്ങനെ പൂജാമുറിയിൽ ഭഗവാന്റെ നടയിൽ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്
ഭഗവാനോട് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് മുതൽ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ പൈസ ഭഗവാനെ സമർപ്പിച്ച് നമ്മുടെ രേവതി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അച്ഛനോടും എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു. രേവതി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടുത്തെ പണിയൊക്കെ തീർന്നോ എന്ന് ചോദിച്ചു ചന്ദ്ര. എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് അമ്മയെ പോണേന്ന് പറഞ്ഞു. ഇവിടുത്തെ പണി തീർന്നില്ലെങ്കിൽ എന്താ, മോൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, എന്താ ഇവളെ ഇവിടുത്തെ ജോലിക്കാരിയാക്കി ഇട്ടേക്കുവാണോ നീ എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ അന്നേരം ദേഷ്യപ്പെട്ടു. മോള് ഇവിടുത്തെ കിടക്കണ പണിയൊക്കെ അവിടെ കിടന്നോട്ടെ, അതൊന്നും കാര്യമാക്കണ്ട, പോയിട്ട് വരാൻ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുക. രേവതി നേരം അമ്പലത്തിലേക്ക് പോകണു കേട്ടോ. അവളുടെ ഒരു അഹങ്കാരം, നീയാണ് ചന്ദ്രേ ഈ കുടുംബത്തിൻ്റെ ശാപം എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് പോണു. രേവതി അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കടയിൽ ഒരു ചേട്ടൻ വന്ന് നിന്ന് അമ്മയെ ചീത്ത പറയും. അപ്പോൾ അവർ ഓർഡർ അനുസരിച്ച് കൊടുത്തിരുന്ന പൂക്കളൊന്നും കൃത്യസമയത്തേക്ക് അങ്ങ് എത്തിയില്ല. ഇത്രയും നാളും അതുപോലെ കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഓർഡർ തന്നിരുന്നതെന്നും ഇതിപ്പോൾ ഒരു കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ എന്തായി ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരു ചേട്ടൻ ഇങ്ങനെ വന്ന് നിന്ന് വഴക്ക് പറയുന്നു. അപ്പോൾ ശരിയാക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനോട് വളരെ വിനീതമായിട്ട് നിന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസവും കൂടെ ഞാൻ നോക്കും, ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഇതെല്ലാം ക്യാൻസൽ ആക്കുമെന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങ് പോയി. അപ്പോൾ അമ്മയെ മറ്റൊരാൾ ചീത്ത വിളിക്കുന്നത് കണ്ടുകൊണ്ടുവന്ന രേവതിയെ നമ്മുടെ ലക്ഷ്മി കണ്ടു. മകളെ കണ്ടപ്പോഴത്തേക്കും അമ്മ വേഗം സങ്കടമൊക്കെ മറന്ന് മോൾക്കരികിലേക്ക് ഓടിച്ചെല്ലോ. മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മ ഇതെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ ഇപ്പോൾ പൂവിൻ്റെ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് അവർ ചീത്ത വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുമ്പോൾ എന്താ അമ്മേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇപ്പോൾ ഒരു വിവാഹം നടന്നത് എന്തിനാണെന്നോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് എൻ്റെ കുടുംബത്തെ മറന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയതെന്നോ ഇതൊന്നും എനിക്കറിയില്ല, എനിക്കതിന് വ്യക്തമായൊരു മറുപടി ഇല്ലമ്മേ, ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം മോൾ അങ്ങനെ ഒരിക്കലും പറയരുത്, മോളോട് അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചല്ലേ മോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വിവാഹം കഴിക്കണമെന്നുള്ള ഇത് പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ അമ്മയുടെ മുന്നിൽ നിന്ന് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോക്ക് എന്താ പറ്റിയത്, മോക്ക് എന്താ ഒരു സങ്കടം എന്ന് അമ്മ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ അമ്മയുടെയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയതോടുകൂടി ഒരു കാര്യത്തിലും എൻ്റെ അമ്മയ്ക്ക് ഓടിയെത്താൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ അങ്ങനെ അങ്ങ് കിടക്കും, അതൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം അമ്മ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി സങ്കടപ്പെട്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് കൈവിട്ട് പോകുമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോരും. എന്നിട്ട് പിന്നെ തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ അങ്ങ് പോരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചി പിന്നെ റൂമിൽ ചെന്ന് കയറിയപ്പോൾ കാണുന്നത് എല്ലാം അടുക്കി പെറുക്കി നല്ല നീറ്റാക്കിയിട്ടിരിക്കുന്ന റൂം. സച്ചിയുടെ സ്വഭാവം എല്ലാം വലിച്ചു വാരി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര ദേഷ്യം, കാരണം സച്ചി വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും വെച്ചെടുത്തല്ല ഇരിക്കുന്നത്. അപ്പോൾ സച്ചി ഇങ്ങനെ മൊത്തത്തിലൊക്കെ നോക്കുക, കുളിക്കാനൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സാധനവും കാണുന്നില്ല. പെട്ടെന്ന് രേവതിയെ വിളിച്ചു. രേവതി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഇപ്പോൾ രേവതി കയറി ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ പലതും ഇവിടെ കാണുന്നില്ല, എന്തിയെന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു തന്നിട്ട് ഓരോന്ന് എടുത്തു കൊടുക്കുക. അന്നേരത്തേക്ക് സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി അന്നേരം രേവതിയോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ഈ വീട്ടിൽ എനിക്ക് എൻ്റേതായിട്ട് ചില കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതാരും മാറ്റിമറിക്കാനൊന്നും ശ്രമിക്കേണ്ട, എനിക്കത് ഇഷ്ടമല്ല, എൻ്റേതായ ചില ശീലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ആരും കൈ കടത്തുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിയിട്ട് ഇതാണോ നിങ്ങളുടെ അടുക്കും ചിട്ടയെന്ന് ചോദിച്ചു. ഈ റൂമിലേക്ക് കയറാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായിരുന്നല്ലോ കാര്യങ്ങളൊക്കെ കിടന്നിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുന്നല്ല ആ രീതിയിൽ സംസാരിക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടായി പിന്നെ സച്ചി. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുക. അത് ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് പോയി. എന്താടാ ഇവിടെയെന്നും ചോദിച്ചു. അപ്പോൾ റൂമിൻ്റെ കാര്യങ്ങൾ സച്ചി അച്ഛനോട് പറഞ്ഞു. എന്താ മോള് ചെയ്തതെന്താ, വലിയ തെറ്റായിപ്പോയോ? എടാ ആദ്യം വേണ്ടത് നിനക്കൊരു അടുക്കും ചിട്ടയാണെന്നൊക്കെ പറഞ്ഞ അച്ഛനിങ്ങനെ പറയുന്നു. ഏതായാലും മോള് നിൻ്റെ ജീവിതത്തിൽ വന്നതോടുകൂടി അതെന്തായാലും ഉണ്ടാകും, നീ എന്തിനാ മോളോട് വെറുതെ ചൂടാകുന്നതെന്നൊക്കെ ചോദിച്ച് അച്ഛൻ സച്ചിയെ ഉപദേശിക്കുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ സച്ചി നിൽക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കണ്ട് ചന്ദ്ര സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. എന്തായാലും ചന്ദ്ര പട്ടിണിക്കിട്ട രേവതിയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ സച്ചി എത്തുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന നമ്മുടെ രേവതിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അറിയില്ല. സച്ചി ഒരു പരിധി വരെയൊന്നും ചന്ദ്രക്കിട്ട് പന്ത് തട്ടാനായിട്ട് രേവതി ഇട്ട് കൊടുക്കില്ല, അത് വേറൊരു സത്യം.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും ഒക്കെ കൂടി ചേർത്താണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക്